VM വിനുവിന്റെ വോട്ട് വിവാദത്തിൽ കോഴിക്കോട്ടെ കോൺഗ്രസിൽ അച്ചടക്കം നടപടി. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിന്റെ രാജി എഴുതി വാങ്ങി. രാജേഷാണ് VM വിനുവിന് വോട്ടുണ്ട് എന്ന് നേതൃത്വത്തെ അറിയിച്ചത്. കല്ലായിയിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിക്കുക? രാഷ്ട്രീയമായി എന്ത് മാറ്റങ്ങൾ, കോളിളക്കങ്ങൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഈ രാജിയൊക്കെ എഴുതി വാങ്ങിയല്ലോ. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ VM വിനു, സംവിധായകനായിട്ടുള്ള VM വിനുവിന് വോട്ടുണ്ടോ, സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്ന ചോദ്യം. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഹൈക്കോടതി അതിനൊരു ഉത്തരം പറഞ്ഞു. VM വിനുവിന് വോട്ടില്ല. അപ്പോൾ ഇനി കോൺഗ്രസിന് മുൻപിലുള്ളത് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവും. കല്ലായി ഡിവിഷനിൽ നിന്ന് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ രാജിക്ക് പിന്നാലെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ VM വിനുവിന് വോട്ടുണ്ടോ എന്ന് സംശയം ഉയർന്ന സമയത്തൊക്കെ ഈ മലാപ്പറമ്പിലെ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള KP രാജേഷാണ് DCC നേതൃത്വത്തെ VM വിനുവിന് വോട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചിരുന്നത്. സംശയമുണർത്ത അവസാന ഘട്ടത്തിൽ പോലും VM വിനുവിന് വോട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ കൗൺസിലർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നടക്കം നടപടി നേരിട്ടപ്പോൾ ഒരു ശാസന കേട്ട സമയത്താണ് കോൺഗ്രസ് തന്നെ ഈ കൗൺസിലറുടെ രാജി ഇപ്പോൾ എഴുതി വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അങ്ങനെ രാജി എഴുതി വാങ്ങിയതല്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. പക്ഷെ രാജി എഴുതി വാങ്ങിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് കല്ലായി ഡിവിഷനിൽ നിന്ന് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുധാമണിക്ക് ഒരു പക്ഷെ സാധ്യതയുണ്ട് എന്നൊക്കെ കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നുണ്ട്. സുധാമണിയെ തന്നെ ഒരു പക്ഷെ നിർത്തിയേക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ മറ്റൊരു പ്രമുഖനെ, ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് വീണ്ടും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഒരു പക്ഷേ സുധാമണി ആയിരിക്കും. അതല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ മറ്റു നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും കൗൺസിലർമാരെയൊക്കെ തന്നെയാണ് പ്രഖ്യാപിക്കാൻ സാധ്യത എന്നാണ് കരുതുന്നത്. എന്തായാലും DCC അധ്യക്ഷൻ ഇന്നിപ്പോൾ വടകരയിലാണുള്ളത്. വടകരയിൽ നിന്ന് തിരിച്ചു കോഴിക്കോട്ട് എത്തിയ ശേഷം DCCയിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം 10 മണിക്ക് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ അറിയിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VM വിനു എന്ന ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി പൊടിക്കുകയായിരുന്നു. ആ സമയത്ത് VM വിനുവിനെ കൊണ്ടുവന്ന സമയത്ത് അവിടെ ഇവിടുത്തെ CPM പോലും ഒന്ന് കല്ലായി ഡിവിഷനിൽ മത്സരിക്കാൻ പോകും മത്സരത്തെക്കുറിച്ച് CPM-ന് പോലും ചില ആശങ്കകളും ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് CPM-ന് അത് മുതലെടുക്കാനും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് കാര്യം. എന്തായാലും കരകയറുക എന്നത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണോ? അതുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമായിരിക്കുമെന്ന് കരുതാം.